വ്യക്തത വന്നിരിക്കുന്നു കാര്യങ്ങളെ സംബന്ധിച്ച്. 85 അംഗ കേന്ദ്ര കമ്മിറ്റിക്ക് പാർട്ടി കോൺഗ്രസ് മധുരയിൽ ചേർന്ന പാർട്ടി കോൺഗ്രസ് അംഗീകാരം നൽകിയിരിക്കുന്നു. 84 പേരെ തെരഞ്ഞെടുത്തിരിക്കുന്നു. ഒരെണ്ണം ഒഴിച്ചിടുന്നു എന്നുള്ള വിവരങ്ങൾ കൂടിയാണ് നമുക്കിപ്പോൾ നൽകാൻ കഴിയുന്നത്. ഏതായാലും പ്രകാശ് കാരാട്ട് ഉൾപ്പെടെയുള്ളവർക്ക് ആ 75 വയസ്സെന്നുള്ള പ്രായപരിധി അങ്ങനെ തന്നെ തുടരാൻ തീരുമാനിച്ചിരിക്കുന്നു. അതിൽ കൃത്യമായ അതിൽ നൽകുന്നത് പിണറായി വിജയനെയും അതോടൊപ്പം തന്നെ യൂസഫ് തരിഗാമിയെയും PK ശ്രീമതിക്കും ഈ പ്രായപരിധി പരിധിയിൽ നിന്ന് ഒഴിവാക്കിയിട്ടുണ്ട്. അവർ വീണ്ടും കേന്ദ്ര കമ്മിറ്റിയിൽ തന്നെ തുടരുകയും ചെയ്യുന്നുള്ള വിവരങ്ങളാണ് ഇപ്പോൾ സന്തോഷ് പങ്കുവച്ചുകൊണ്ടിരിക്കുന്നത്. ഏതായാലും കേന്ദ്ര കമ്മിറ്റി, അതായത് പാർട്ടി കോൺഗ്രസിന്റെ അനുമതി കിട്ടിയതിനു ശേഷം ഔദ്യോഗികമായി ആരൊക്കെയാണ് അംഗങ്ങൾ, കേന്ദ്ര കമ്മിറ്റിയിൽ അംഗങ്ങൾ എന്ന സംബന്ധിച്ച വിവരങ്ങൾ ഇനിയും പുറത്തു വരേണ്ടതുണ്ട്. ഏതായാലും അല്പസമയത്തിനകം തന്നെ പാർട്ടിയുടെ പുതിയ ജനറൽ സെക്രട്ടറിയെയും PB അംഗങ്ങളെയും തെരഞ്ഞെടുക്കും. നേരത്തെ 17 അംഗങ്ങളാണ് PBയിൽ ഉണ്ടായിരുന്നത്. ഏതായാലും ശരത്ത് ഒരിക്കൽ കൂടി ചേരുകയാണ്. ശരത്ത്, വ്യക്തത വന്ന വിവരങ്ങൾ, കാരണം നേരത്തെ നമ്മൾ പറഞ്ഞ പോലെ മറ്റ് മാധ്യമങ്ങൾ കൊടുക്കുന്ന പോലെ ഊഹാപോഹങ്ങളുടെ അടിസ്ഥാനത്തിൽ വാർത്ത കൊടുക്കാൻ കഴിയില്ല കൈരളിക്ക്. മാത്രമല്ല ഇത്തരത്തിൽ ഈ കൃത്യമായ ചിട്ടവട്ടങ്ങളുണ്ട്, സംഘടനാ മര്യാദകൾ പാലിച്ചുകൊണ്ടാണ് CPM അതിൻ്റെ പുതിയ ഭാരവാഹികളടക്കം പ്രഖ്യാപിക്കുകയും ചെയ്യുക. ഇപ്പോൾ 85 അംഗ കമ്മിറ്റി എന്നുള്ള കാര്യത്തിൽ നമുക്ക് വ്യക്തമായ വിവരങ്ങൾ വന്നിരിക്കുന്നു. 84 പേരെ തെരഞ്ഞെടുക്കുന്നു, ഒരു സ്ഥാനം ഒഴിച്ചിടുന്നു. അങ്ങനെ തന്നെയല്ലേ നമുക്ക് നൽകാൻ കഴിയുന്ന ഏറ്റവും പുതിയ വിവരം? ശരത്ചന്ദ്രൻ. അതെ അതെ സിജു ഇപ്പോൾ സൂചിപ്പിച്ചതുപോലെ 85 അംഗ കേന്ദ്ര കമ്മിറ്റിയാണ് മധുര പാർട്ടി കോൺഗ്രസ് തെരഞ്ഞെടുത്തിരിക്കുന്നത്. അതിലെ 85-ൽ 84 പേർ, ഒരു സീറ്റ് ഒന്ന് ഒഴിച്ചിട്ടിരിക്കുന്നു. അങ്ങനെ 84. അങ്ങനെ വരുന്ന പുതിയ കേന്ദ്ര കമ്മിറ്റിയുടെ ലിസ്റ്റിൽ 1ാമത്തെ പേരായിട്ടുള്ളത് കേരള മുഖ്യമന്ത്രി പിണറായി വിജയൻ്റേതാണ്. 2ാമത്തെ പേരായിട്ടുള്ളത് BV രാഘവലുവിൻ്റേതാണ്. 3ാമത്തെ പേര് MA ബേബിയുടേതാണ്. 4ാമത്തെ പേര് തപ്പൻ സെന്നിൻ്റേതാണ്. അതിനുശേഷം മുഹമ്മദ് സലീം, 7ാമത് A വിജയരാഘവൻ, 8ാമത് അശോക് ധാവ്ളെ, അതുപോലെ 9 രാമചന്ദ്ര ഡോം, 10 MV ഗോവിന്ദൻ മാസ്റ്റർ, അങ്ങനെ തുടങ്ങുന്നു. അങ്ങനെ 84 പേരുടെ പട്ടികയാണ് പുറത്തു വന്നിട്ടുള്ളത്. അതിൽ കേരളത്തിൽ നിന്ന് കേന്ദ്ര കമ്മിറ്റിയിൽ തുടരുന്നത് ആരൊക്കെയാണ് എന്നുള്ളത് കൂടി അടുത്തതായി പറയാം. മുമ്പ് ഞാൻ സൂചിപ്പിച്ചു, പിണറായി വിജയൻ, അതുപോലെ തന്നെ MA ബേബി, അതുപോലെ A വിജയരാഘവൻ, ഗോവിന്ദൻ മാസ്റ്റർ. അതിനുശേഷം വരുന്ന പേര് ഇതൊക്കെയാണ്. PK ശ്രീമതി ഇളവ് അനുവദിച്ചിരിക്കുന്നു. PK ശ്രീമതിക്ക് ഇളവുണ്ട്. അതുപോലെ തന്നെ EP ജയരാജൻ, തോമസ് ഐസക്ക്, KK ശൈലജ, എളമരം കരീം, K രാധാകൃഷ്ണൻ, KN ബാലഗോപാൽ, P രാജീവ്, P സതീദേവി, CS സുജാത എന്നിവർ കേന്ദ്ര കമ്മിറ്റിയിൽ തുടരും. എന്ന് വെച്ചാൽ അവർ നിലവിൽ തന്നെ കേന്ദ്ര കമ്മിറ്റി അംഗങ്ങളാണ്. അതിനകത്തേക്ക് വരുന്ന പുതിയ കൂട്ടിച്ചേർക്കലുകളാണ് അടുത്തതായി പറയാൻ പോകുന്ന പേരുകൾ. 1 TP രാമകൃഷ്ണൻ, LDF കൺവീനർ TP രാമകൃഷ്ണൻ. 2 പുത്തലത്ത് ദിനേശൻ, ദേശാഭിമാനിയുടെ ചീഫ് എഡിറ്ററും പാർട്ടിയുടെ CPIMൻ്റെ സംസ്ഥാന സെക്രട്ടേറിയറ്റ് അംഗവുമാണ്. 3ാമത്തെയാൾ സലീഖയാണ്, വനിതാ നേതാവ് സലീഖ. അങ്ങനെ 3 പേരാണ് പുതുതായി കേരളത്തിൽ നിന്ന് കേന്ദ്ര കമ്മിറ്റിയിലേക്ക് വന്നിട്ടുള്ളത് എന്നതുകൂടിയുണ്ട്. ഇതാണ് അതിൻ്റെ പ്രത്യേക സാഹചര്യം. അതുപോലെ തന്നെ ക്ഷണിതാക്കൾ ആര് എന്ന് പറയുമ്പോൾ പ്രായപരിധിയുടെ അടിസ്ഥാനത്തിൽ അവർ കേന്ദ്ര കമ്മിറ്റിയിൽ നിന്നടക്കം ഒഴിവായവരും എന്നാൽ അവരെ ക്ഷണിതാക്കളായി ഉൾപ്പെടുത്തിയിട്ടുള്ളതുമാണ്. അത് ഈ പറയുന്ന 85 എന്ന നമ്പറിന് പുറത്താണ്. ആകെ 85 കേന്ദ്ര കമ്മിറ്റി അംഗങ്ങളിൽ 84 പേരെയാണ് പാർട്ടി കോൺഗ്രസ് തിരഞ്ഞെടുത്തത്. അതിന് പുറമെയാണ് 7 പ്രത്യേക ക്ഷണിതാക്കൾ. 7 പ്രത്യേക ക്ഷണിതാക്കൾ എന്ന് പറയുന്ന പേരുകാർ നമ്മൾക്ക് മനസ്സിലാകുന്ന കാര്യം കേന്ദ്ര പൊളിറ്റ് ബ്യൂറോയിലെയും വളരെ സീനിയറായിട്ടുള്ള ആളുകൾ തന്നെയാണ് അവരെല്ലാവരും തന്നെ. 1 മണിക് സർക്കാർ, 2 പ്രകാശ് കാരാട്ട്, 3 ബൃന്ദ കാരാട്ട്, സുഭാഷിണി അലി, മുൻപ് തന്നെ ഒഴിവായി ക്ഷണിതാവായി തുടരുന്ന S രാമചന്ദ്രൻ പിള്ള, പാർട്ടിയുടെ മുതിർന്ന നേതാവ്, നിലവിൽ തന്നെ ക്ഷണിതാവായി CCയിലുള്ളയാളാണ്. S രാമചന്ദ്രൻ പിള്ള തുടരും. അതുപോലെ ബിമൻ ബസു, ഹനൻ മുള്ള, അങ്ങനെ 7 പേരാണ് ക്ഷണിതാക്കളായി മധുര പാർട്ടി കോൺഗ്രസ് തിരഞ്ഞെടുത്തിട്ടുള്ളത്. അങ്ങനെ 85 കേന്ദ്ര കമ്മിറ്റി, അതിൽ 84 പേരെ തിരഞ്ഞെടുത്തു. ഒപ്പം 7 ക്ഷണിതാക്കളെ കൂടി തിരഞ്ഞെടുത്തു. ആ പേരുകൾ ഞാൻ ഈ സൂചിപ്പിച്ച വിധത്തിൽ കൂടിയാണ് സിജു. ഇനി മുമ്പ് പറഞ്ഞതുപോലെ ഈ കേന്ദ്ര കമ്മിറ്റി ചേർന്ന് പാർട്ടി ജനറൽ സെക്രട്ടറിയെ തിരഞ്ഞെടുക്കണം. അതുപോലെ തന്നെ പാർട്ടി കോൺഗ്രസിന് മുമ്പാകെ പൊളിറ്റ് ബ്യൂറോ ലിസ്റ്റ് അവതരിപ്പിച്ച് അതും അംഗീകരിച്ച് എടുക്കേണ്ടതുണ്ട്. ശരത്ത്, ഇതിൽ വളരെ പ്രസക്തമായ ഒരു കാര്യം, കഴിഞ്ഞ കേന്ദ്ര കമ്മിറ്റിയിൽ ഏകദേശം 20% വനിതകൾ, അതായത് 17 പേർ വനിതകളായി തന്നെ ഉണ്ടായിരുന്നു. കഴിഞ്ഞ ദിവസം BV രാഘവലു പാർട്ടിയുടെ പുതിയ അംഗങ്ങളുടെ കണക്ക് പുറത്തിറക്കിയപ്പോൾ 10,09,019 പേർ. അതിൽ കൃത്യമായി തന്നെ 20% പേർ വനിതകളുണ്ട്, 25% യുവാക്കളുണ്ട്. ആ ഒരു രീതി തന്നെ കേന്ദ്ര കമ്മിറ്റിയിലും തുടരുകയാണ്. ഇപ്പോൾ നമുക്ക് വരുന്ന വിവരമനുസരിച്ച് കഴിഞ്ഞ കമ്മിറ്റിയിലുണ്ടായിരുന്ന അതേപോലെ തന്നെ വനിതകളുടെ പ്രാതിനിധ്യം കേന്ദ്ര കമ്മിറ്റിയിലും ഉണ്ടായിരിക്കുന്നത് തന്നെ നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നുണ്ട്. ഏതായാലും പേരുകൾ ഇനിയും പുറത്തു വരേണ്ടതുണ്ട്.
അതെ 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 ആ പ്രാതിനിധ്യം, വനിതാ യുവ പ്രാതിനിധ്യമൊക്കെ, അതുപോലെ വർഗ ബഹുജന സംഘടനകളുടെ മികവാർന്ന പ്രവർത്തനം, അതെല്ലാം പരിഗണിച്ചുകൊണ്ടുള്ള പങ്കാളിത്തം കേന്ദ്ര കമ്മിറ്റിയിൽ ഉറപ്പുവരുത്തിയാണ് ഈ ലിസ്റ്റ് എന്ന് നമുക്ക് ഏറെക്കുറെ പറയാം. ഇപ്പോൾ പ്രത്യേക ക്ഷണിതാക്കളായി ബൃന്ദ കാരാട്ടും സുഭാഷിണി അലിയും മാറുമ്പോൾ നമ്മൾക്കറിയാം കേരളത്തിൽ നിന്ന് തന്നെ സലീഖ വരുന്നുണ്ട്. സലീഖയാണ് കേന്ദ്ര കമ്മിറ്റിയിലേക്ക് വന്ന വനിത. മറ്റൊരാൾ കൃഷ്ണ രക്ഷിത് വനിതാ പ്രാതിനിധ്യമാണ്. കെ ബാലഭാരതി വനിതാ പ്രാതിനിധ്യമാണ്. ഡി രമാദേവി വനിത, പി ജ്യോതി വനിതാ നേതാവ്. അങ്ങനെ ഇവരെല്ലാം തന്നെ പുതുതായി കൂട്ടിച്ചേർക്കപ്പെട്ട പുതുതായി വന്ന കേന്ദ്ര കമ്മിറ്റി അംഗങ്ങളാണ്. അതിൽ തന്നെയും ഈ പറഞ്ഞ അതിൽ ഞാൻ മുമ്പ് സൂചിപ്പിച്ച സലീഖയുണ്ട്, കോണിക ഘോഷ് ഉണ്ട്, മീനാക്ഷി മുഖർജി ബംഗാൾ നമുക്ക് പരിചിതയാണ്, അതുപോലെ തന്നെ കൃഷ്ണ രക്ഷിത്ത്, അതുപോലെ ബാലഭാരതി, രമാദേവി, ജ്യോതി, അങ്ങനെ 1 2 3 4 5 7 പേര് വനിതാ നേതാക്കളാണ് കേന്ദ്ര കമ്മിറ്റിയിലേക്ക് വന്നിട്ടുള്ളതിൽ. 7 പേർ വനിതാ നേതാക്കളാണ്, സലീഖ അടക്കം പുതിയതായി വന്നിട്ടുള്ളത്. അതുപോലെ തന്നെ കേന്ദ്ര കമ്മിറ്റിയിൽ ക്ഷണിതാക്കളായി ബൃന്ദ കാരാട്ടും സുഭാഷിണി അലിയും തുടരുകയും ചെയ്യും. അതുപോലെ തന്നെ നിലവിലെ കേന്ദ്ര കമ്മിറ്റിയിൽ 84 കേന്ദ്ര കമ്മിറ്റിയിൽ പുതിയ ആളുകളെ കൂടാതെ തന്നെ പി കെ ശ്രീമതിയുണ്ട്, കെ ശൈലജയുണ്ട്, പി സതീദേവിയുണ്ട്, CS സുജാതയുണ്ട്. ഇവരുമെല്ലാം വനിതാ നേതാക്കൾ എന്ന നിലയിൽ പ്രാതിനിധ്യം വളരെ രാജ്യം കാത്തിരിക്കുകയാണ്. ഒരുപക്ഷെ കേരളത്തിലധികം പാർട്ടി പ്രവർത്തകർ കാത്തിരിക്കുകയാണ്. പാർട്ടിയുടെ പുതിയ ജനറൽ സെക്രട്ടറി ആരാകും, പാർട്ടിയുടെ പുതിയ PB അംഗങ്ങൾ ആരാകും, ആരാണ് ഒഴിവാക്കപ്പെടുന്നത്, ആരാണ് പുതുതായി കമ്മിറ്റികളിലേക്ക് വരാൻ പോകുന്നത് അടക്കമുള്ള കാര്യങ്ങളിൽ കൃത്യമായ വിവരങ്ങൾ അല്പസമയത്തിനകം തന്നെ വരികയും ചെയ്യും. ഏതായാലും പാർട്ടിയുടെ 24ാം പാർട്ടി കോൺഗ്രസിന്, മധുര കോൺഗ്രസിന് ഇന്ന് സമാപനമാവുകയാണ്. 1:30 സമാപന സമ്മേളനം, പാർട്ടിയുടെ പ്രതിനിധി സമ്മേളനം പൂർത്തിയായത്. സംഘടനാ റിപ്പോർട്ടിന്മേലുള്ള മറുപടി VV രാഘവന് നൽകിക്കഴിഞ്ഞപ്പോൾ കേന്ദ്ര കമ്മിറ്റി അംഗങ്ങളെ സംബന്ധിച്ചുള്ള പട്ടിക ആ സമ്മേളനത്തിൽ നൽകിക്കഴിഞ്ഞു. അതിനി കോൺഗ്രസിന്റെ അംഗീകാരം ലഭിക്കണം. അതിനുശേഷമായിരിക്കും ഔദ്യോഗികമായി തന്നെ ആരൊക്കെയാണ് ഈ കമ്മിറ്റിയിലുള്ളത് എന്ന് അടക്കമുള്ള. ഏതായാലും അങ്ങനെ തന്നെയാണ് ഈ പാർട്ടി കോൺഗ്രസ് കഴിഞ്ഞ 5 ദിവസമായി നടന്നിരുന്ന മധുര കോൺഗ്രസിന് ഇന്ന് സമാപനമാവുകയാണ്.